ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് വെച്ചിട്ടുള്ളൊരു സൂപ്പർ സ്നാക്കാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷവർമ്മയുടെ ഒക്കെ ആയിട്ട് ടേസ്റ്റിൽ വരുന്ന ഒരു സ്നാക്കാണ്. ഷവർമ്മയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. ഇഫ്താറിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇത് കണ്ടു നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടതായുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേണം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും മേലെയുള്ള ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തതാണ്. വേവിച്ച് ഞാനിങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കൈ വെച്ചിട്ട് പിച്ചിയെടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മിക്സിയിൽ ജാറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ക്യാപ്സിക്കം, ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സവാളയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ കുറച്ച് അളവിലേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇടാം. കക്കരിക്ക ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാബേജൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മയോണൈസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. അതാ പിന്നെ ഞാൻ പ്രത്യേകം കാണിക്കാഞ്ഞത്. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു കാര്യം ചേർക്കാൻ പറഞ്ഞ ഒരു നുള്ളു ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. ഇതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ്. പിന്നെ ചിക്കനിൽ കുറച്ച് ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ അതനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു സൈഡിൽ മാറ്റി വെക്കണം. നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. അത്രയും ഐറ്റംസ് ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ 4 ഭാഗം ഒന്ന് അരികെ കളയുക. അപ്പോൾ ഈ കളഞ്ഞ അരികെ നമുക്ക് ഒഴിവാക്കൊന്നും വേണ്ട. അത് ഞാൻ പൊടിച്ചെടുക്കുന്നുണ്ട് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് കളയൊന്നും വേണ്ട. ഈ 4 സൈഡും ഒന്ന് അരികെ ഒന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബ്രെഡ് സ്ലൈസും ഈ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു കൂട്ട്, ചിക്കൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരു ബോൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ബോൾ ഷേപ്പിൽ തന്നെ ആക്കി കൊടുക്കുകയും ചെയ്യാം. അതല്ല, ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഒരു ഷേപ്പിലാണിത് റെഡിയാക്കി എടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. ബോൾ ഷേപ്പിലാണെങ്കിൽ ബോൾ ഷേപ്പിൽ, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒന്ന് റെഡിയാക്കിയിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിൽ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ അത് മാറ്റി വെക്കുക. ഇതുപോലെ അടുത്തതൊന്ന് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ വെള്ളം പിഴിഞ്ഞെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് കീറിപ്പോവും. എൻ്റെ കുറച്ച് ചെറിയ ബ്രെഡാണ്. കുറച്ച് വലിയ ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലും വലിയതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. കൂടുതൽ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ പെട്ടെന്ന് കുതിർന്ന് അത് നമുക്ക് വിചാരിച്ച പോലെ ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഇതും അങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. 5 ബ്രെഡും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാവാനായിട്ട് ഒരു ചട്ടിയിൽ ഓയിൽ ചൂടാവാനായിട്ട് വെക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് ഓരോ ബോൾസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണ്ട കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒരു സൈഡ് ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുത് കേട്ടോ. 2 സൈഡും കറക്റ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഉള്ളി വഴറ്റിയോ ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അടുത്തതും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് റെഡിയായിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ.
അപ്പോൾ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.